ഉലുവയില വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അതിന് വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. എരിവില്ലാത്ത വറ്റൽമുളകാണ്. ഒരു 5-6 ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 5-6 ചുവന്നുള്ളി 2-3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കാന്താരിമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 8-10 ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കണേ. ഒന്ന് വഴന്നതിന് ശേഷം കറിവേപ്പിലയാണ്. 2 ഇതള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് അടുത്തതായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവയുടെ ഇലയാണ്. ആളുടെ എണ്ണം അനുസരിച്ച് ഉലുവയുടെ ഇല കൂട്ടിയെടുക്കാവുന്നതാണ്. ഒട്ടും കയ്പില്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഇലയൊന്ന് വാടി വരുമ്പോഴത്തേനും ഒരു അരമുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക്. അതിനുശേഷം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറിയതായിട്ട് കളർ ചേഞ്ച് വരുന്നത് വരെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇതുപോലെ ഇട്ടതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കണ്ട. അപ്പം രുചികരമായ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമുക്കിത് എരിവൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് ബാലൻസ് ചെയ്യാനും ടേസ്റ്റിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ചൂട് ചോറിലേക്ക് ഇട്ടിട്ട് ഇത് കുഴച്ചിട്ട് ചോറിൽ കഴിക്കുക. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ ബൈ.